എല്ലാരോടും ഞാനും വേണുഗോപാൽ സാർ ഇപ്പൊ ബസ്സിൽ കയറിയത് നമ്മുടെ UDFന്റെ പ്രചരണാർത്ഥമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. എല്ലാവരും സ്കൂളിലാക്കാൻ പോകണമെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറുക, പോവുക, വരിക എന്നുള്ളതല്ലാതെ പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടി ഇല്ല. അതിനെക്കുറിച്ച് കേട്ടായിരുന്നു എല്ലാരും? കേട്ടിരുന്നോ ഈ കാര്യം? കേട്ടിരുന്നോ? താൻ കേട്ടോ? ഓക്കല്ലേ? എല്ലാ സിറ്റി ഫാസ്റ്റ്, എല്ലാ ബസ്സും സിറ്റി ഫാസ്റ്റ്. കോയമ്പത്തൂർക്ക് സൗജന്യമില്ല ഒന്നും. സിറ്റി ഫാസ്റ്റ്. ഇന്നലെ വരെ ഓർഡിനറായിട്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സുകൾ ഇന്നു മുതൽ സിറ്റി ഫാസ്റ്റായി മാറിയിരിക്കും. നമസ്കാരം. പ്രതികരിക്കണ്ടേ? ഇന്ന് ജൂൺ 15. 2026 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കോൺഗ്രസുകാർ കേരളത്തിലെ സ്ത്രീകളോടൊരു വാഗ്ദാനം നൽകിയത്, അതായത് അവർ അധികാരത്തിൽ വരികയാണ് എങ്കിൽ കേരളത്തിലെ എല്ലാ KSRTC ബസ്സുകളിലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഈ അടുത്ത കാലത്ത് എല്ലാ ഓർഡിനറി ബസ്സുകളിലും ഇനി വരുന്ന 100 ദിവസം യാത്ര സൗജന്യമായി നൽകുമെന്ന് പറയുകയുമുണ്ടായി. എന്നാൽ ഇന്ന് നേരം വെളുക്കുമ്പോൾ ഇന്നലെ വരെ കേരളത്തിലെ നിരത്തുകളിൽ ഓർഡിനറി ബസ്സുകളായി സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു പദ്ധതിയെ, ഈ ഒരു വാഗ്ദാനത്തെ ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ അട്ടിമറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വഞ്ചനയല്ലേ? കേരളത്തിലെ സ്ത്രീകളോട്, കേരളത്തിലെ സ്ത്രീ വോട്ടർമാരോട് ഈ VD സതീശന്റെ സർക്കാർ കാട്ടിയ നെറികേടല്ലേ ഇത്? പ്രതികരിക്കണ്ടേ? അപ്പോൾ ഇന്നേ ദിവസം കേരളത്തിലെ പൊതുനിരത്തുകൾ നമ്മൾ നോക്കിക്കണ്ടാൽ മനസ്സിലാവും. അതായത് ഒരു 10ഓളം സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ കടന്നു പോകുന്ന സമയത്താണ് 1ഓ 2ഓ ഓർഡിനറി ബസ്സുകൾ സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾക്ക് ലഭിക്കുന്നു. അതായത് ഒരു വീട്ടമ്മയ്ക്ക് ഒരു സൗജന്യ ബസ് സർവീസ് ലഭിക്കണമെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ 1 മണിക്കൂർ കൂടുതൽ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കാത്തിരിപ്പുകൾ ദീർഘനേരം നീളുമ്പോൾ സൗജന്യ ബസ്സിന് ആ ഒരു സേവനം ഉപയോഗപ്പെടുത്താതെ മറ്റുള്ള ബസ്സുകളിൽ കയറി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടുള്ള ആ ഒരു ബുദ്ധി എന്തായാലും കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ആ ഒരു പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്ത കേരള മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, PD സതീശനോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല. അങ്ങനെ വഞ്ചനയുടെ മറ്റൊരു അധ്യായം കൂടെ കടന്നു പോവുകയാണ്. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ, VD സതീശന്റെ സർക്കാർ, ആ പദ്ധതിയെ ആദ്യമായി തന്നെ അട്ടിമറിച്ചു. ഇന്നേ ദിവസം കേരള നിയമസഭയിൽ 2026 കേരള ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നൽകിയ 5 ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളിലും 3 തന്നെ ആദ്യമായി അട്ടിമറിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇന്നത്തെ ബഡ്ജറ്റിൽ അത് വെറും 10 കോടി രൂപയാണ് കേരള സർക്കാർ വകമാറ്റിയിരിക്കുന്നത്. അതായത് 9 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ കുടുംബങ്ങളിൽ ഒരു കുടുംബം ഒന്നിന് 11 രൂപ 11 പൈസയാണ് ഈ ഒരു പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. രണ്ടാമതായി തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ള വാഗ്ദാനം, അതിലും ഏതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. മൂന്നാമതായി കേരളത്തിലെ യുവാക്കൾക്കായിട്ട് അവരുടെ
തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയുടെ ലോൺ അനുവദിക്കുമെന്നിട്ടുള്ള ഒരു പദ്ധതിയും ഏതൊരു തീരുമാനവുമില്ലാതെയാണ് ഇന്നത്തെ ബഡ്ജറ്റ് 2026 ബഡ്ജറ്റ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷം നമ്മളെ കേരള നാടിനെ ഭരിച്ച് കട്ടുമുടിച്ച് 5 ലക്ഷം കോടിയിൽ പരം ബാധ്യത വരുത്തിയ ഇടതുപക്ഷ സർക്കാരിനെതിരെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കോൺഗ്രസ് സർക്കാരിന് അധികാരത്തിൽ. കേരള ജനതയ്ക്ക് വീണ്ടും കണക്കുകൂട്ടുകൾ തെറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറി മാറി വരുന്ന ഇടത് വലത് മുന്നണികൾ കേരള ജനതയുടെ പ്രതീക്ഷയെയും അവരുടെ ആഗ്രഹങ്ങളെയും അവരുടെ പ്രത്യാശകളെയും ഒക്കെയാണ് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നടക്കാത്ത മോഹന വാഗ്ദാനങ്ങൾ നൽകുക എന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിൻ്റെ ആസ്തികളും സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് ഈ ഒരു ബഡ്ജറ്റിൻ്റെ പ്രധാന ലക്ഷ്യം. പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ.